ആൻഡ്രോയിഡ് പ്രോഗ്രാമിൽ ആറാമത്തെ പ്രോഗ്രാമായിട്ടുള്ള റൈറ്റ് എ പ്രോഗ്രാം ടു സെലക്ട് ജെൻഡർ യൂസിങ് റേഡിയോ ബട്ടൺ എന്നുള്ള പ്രോഗ്രാമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള XML ഞാൻ ഇവിടെ ഓൾറെഡി റെഡി ആക്കി വെച്ചു. അപ്പം അതിലിപ്പം ഞാനിവിടെ XML ആഡ് ചെയ്ത് തരണം ഒരു റേഡിയോ ഗ്രൂപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്തു, ഒരു 3 റേഡിയോ ബട്ടൺ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തു, ഒരു ബട്ടൺ ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ഇത് നമ്മൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആൻസർ ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണോ സെലക്ട് ചെയ്തത് അത് നമുക്ക് ഇവിടെ ടോസ് ചെയ്ത് കാണിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ജാവ കോഡ് അത് നമുക്ക് കാണണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലേഔട്ടിൽ നമ്മൾ എന്തൊക്കെ കൺട്രോൾസ് ആണ് യൂസ് ചെയ്ത് അതൊക്കെ ഇങ്ങോട്ട് ആക്സസ് ചെയ്യണം. അപ്പം ബട്ടൺ നമ്മൾ യൂസ് ചെയ്തു, ബട്ടൺ ഫസ്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാം. ബട്ടണിന് കൊടുക്കുക, ബട്ടൺ ഒരു പേര് കൊടുക്കുക, ബട്ടൺ എന്നിട്ട് അത് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻഡ് വ്യൂ ബൈ ID r.id. ബട്ടൻ്റെ ID എന്താണോ അത് ബട്ടൺ ടു അതേപോലെ തന്നെ റേഡിയോ ഗ്രൂപ്പ് നമുക്ക് റേഡിയോ ഗ്രൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ ഗ്രൂപ്പ്, അതേപോലെ തന്നെ റേഡിയോ ഗ്രൂപ്പിന് പേര് RDG ഗ്രൂപ്പ്. ഇനി അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻഡ് വ്യൂ ബൈ ID അതിൻ്റെ ഉള്ളിൽ നേരത്തെ കൊടുത്തായിരുന്നു r.id. റേഡിയോ ഗ്രൂപ്പിൻ്റെ ID കൊടുക്കുക. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കണം, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബട്ടൻ്റെ നമ്മൾ എന്താണ് പേര് കൊടുത്തത് അത് b.set ഓൺ ക്ലിക്ക് ലിസണർ എന്നുള്ള കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ന്യൂ view.on ക്ലിക്ക് ലിസണർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളതിൻ്റെ കോഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മളൊരു ഇൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സെലക്ട് എന്നുള്ളൊരു പേര് കൊടുക്കും. അതിൽ RDG നമുക്കറിയാം റേഡിയോ ഗ്രൂപ്പാണ്. അതിലോട്ട് ഗെറ്റ് ചെക്ക്ഡ് റേഡിയോ ബട്ടൺ ID, അതായത് നമുക്ക് ഇവിടെ ഇപ്പം മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ അല്ലെങ്കിൽ അതർ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടോസ് ചെയ്ത് കാണിക്കാണ്. അപ്പോൾ ഏതാണോ നമ്മൾ ക്ലിക്ക് ചെയ്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ID വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഇൻഡ് സെലക്ട് ചെയ്യുന്ന കൊടുത്ത് അത് RDB അല്ല, ഫസ്റ്റ് നമ്മൾ റേഡിയോ ബട്ടൺ അതിനൊരു പേര് കൊടുക്കാം. നമുക്ക് RB എന്ന് പേര് കൊടുക്കാം. RB റേഡിയോ ബട്ടൺ ലിങ്ക് ചെയ്യാം. അതിൻ്റെ ID സെലക്ട് ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. കാരണം നമുക്ക് റേഡിയോ ബട്ടനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ റേഡിയോ ബട്ടൺ ഉണ്ട്. നമ്മൾ ഏതാണോ ക്ലിക്ക് ചെയ്യേണ്ടത് അതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കാം. സെമിക്കോളൻ ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റിലോട്ട് മേക്ക് ടെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇനാക്ടിവിറ്റി .dis RDB get text ടോസ്റ്റ് ലെങ്ത് എത്രയാണ് ഷോർട്ട് ഷോ. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ റൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഇത് വന്നാണ് ഇപ്പം നമ്മൾ ചെയ്ത ഒരു കോഡ് വെച്ചിട്ട് ഇത് വന്നു. നമുക്കൊന്ന് തൽക്കാലം ഫീമെയിൽ ഒന്ന് സെലക്ട് ചെയ്തൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ടോസ്റ്റ് ചെയ്തിട്ട് ഫീമെയിൽ എന്ന് പറഞ്ഞു. അതർ ക്ലിക്ക് ചെയ്തു, അതർ മെയിൽ ക്ലിക്ക് ചെയ്തിട്ട് മെയിൽ. എന്താണ് ഈ കോഡ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
ലേഔട്ടിൽ നമ്മൾ ഏതൊക്കെ കൺട്രോൾസ് യൂസ് ചെയ്യണം അതൊക്കെ ഇങ്ങോട്ട് ആക്സ് ചെയ്യണം. ബട്ടൺ, റേഡിയോ ഗ്രൂപ്പ് ഒക്കെ ഇങ്ങോട്ട് ആക്സ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് എന്താണ് ലിങ്ക് ചെയ്യണം. ഫൈൻഡ് വ്യൂ ബൈ ഐഡി വെച്ചിട്ട് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യാം. പിന്നെ അതിന് ശേഷം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, കോഡ് വർക്ക് ചെയ്യണം അല്ലേ. അപ്പൊ അതിന് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നുള്ള കോഡ് ആദ്യം ചെയ്ത് ബീറ്റോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് എന്നുള്ള കോഡ് ചെയ്ത് എന്നിട്ട് എന്ത് വർക്ക് ചെയ്യണം, എന്ത് വർക്ക് ചെയ്യണം എന്നുള്ള കോഡ് എഴുതാം അതിനുശേഷം അല്ലേ. ഇവിടെ എന്താണ് ഇൻഡി സെലക്ട് RDG.get ചെക്ക്ഡ് റേഡിയോ ബട്ടൺ ഐഡി ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടത്, ഇപ്പം എന്താണ് ഫീമെയിൽ ക്ലിക്ക് ചെയ്തിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടത്, ഫീമെയിൽ എന്നുള്ളത് വരണം. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ എന്ത് ചെയ്യാം, ഗെറ്റ് ചെക്ക്ഡ് റേഡിയോ ബട്ടൺ. ഗെറ്റ് ചെക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ RDG എന്ന് പറയുന്നത് RDG പറഞ്ഞാൽ എന്താണ്, റേഡിയോ ഗ്രൂപ്പാണ്. ഈ റേഡിയോ ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താണ്, ഈ മെയില് ഫീമെയിൽ അതർ ഈ 3 റേഡിയോ ബട്ടൺ അടങ്ങിയിട്ടുള്ളതാണ് റേഡിയോ ഗ്രൂപ്പ് എന്നാണ്. ഗെറ്റ് ചെക്ക്ഡ് എന്ന് പറഞ്ഞാൽ ചെക്ക്ഡ് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഏതാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത് അതിന്റെ ID സെലക്റ്റിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതാണ് ഇവിടെ ഷോ ചെയ്യേണ്ടത്. അതാണ് എന്ത് ഈ 3 ഈ 2 ഇതിലൂടെ നമ്മൾ ഈ 3 കോഡിലൂടെ ടോസ്റ്റ് നമുക്ക് അറിയാലോ. ടോസ്റ്റ് ഇവിടെ ഈ ഒരു മെസ്സേജാണ് ടോസ്റ്റ് എന്നാണ്. താങ്ക് യു.